ഫാസ്റ്റ് ബോളിംഗ് എന്ന കലയുടെ മുടി ചൂടാമന്നനായിരുന്ന വസീം അക്രം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, പേസർമാർക്ക് അഗ്രഷൻ നിർബന്ധമാണ്. മികച്ച ഷോട്ട് വായിച്ച ബാറ്ററെ ഫാസ്റ്റ് ബോളർ പ്രശംസിക്കുന്ന കാഴ്ച എനിക്കിഷ്ടമല്ല. ഒരാൾ ബൗണ്ടറി അടിച്ചാൽ നിങ്ങൾ അയാളെ തുറിച്ചു നോക്കണം. ബോളർ അംഗത്തിന് തയ്യാറാണെന്ന് ബാറ്ററെ ബോധ്യപ്പെടുത്തണം. അതാണ് ഒരു ഫാസ്റ്റ് ബോളറുടെ മനോനില. തങ്ങൾക്കെതിരെ ബിഗ് ഹിറ്റുകൾ കളിക്കപ്പെടുമ്പോൾ പേസർമാരുടെ ഈഗോ വലിയ രീതിയിൽ മുറിപ്പെടുത്താറുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ പേസറായ കോർബിൻ ബോഷിന്റെ ഉള്ളിൽ ഒരു വലിയ ആക്രമണോത്സുകതയുണ്ട്. ഓസീസിനെതിരെ ഒരു T20 മത്സരത്തിൽ വിക്കറ്റ് എടുത്തതിനു ശേഷം പ്രകോപനപരമായ ആംഗ്യം കാണിച്ചതിന് ICCയുടെ ശിക്ഷ ഏറ്റുവാങ്ങിയ ചരിത്രം അയാൾക്കുണ്ട്. വിശാഖപട്ടണത്ത് ഇന്ത്യക്കെതിരെ ബോഷ് ഒരു സിക്സർ വഴങ്ങിയിരുന്നു. അതൊരു നോ ലുക്ക് ഷോട്ടായിരുന്നു. പന്ത് ലോങ് ഓണിലൂടെ പറക്കുമ്പോൾ ബാറ്റർ ബോഷിനെ നോക്കുകയായിരുന്നു. ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അഭിമാനം. പക്ഷേ ബോഷ് കുപിതനായില്ല. അയാൾ ബാറ്ററെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കാരണം ആ ഷോട്ട് കളിച്ചത് വിരാട് കോഹ്ലിയായിരുന്നു. വിരാട് എതിരാളികളുടെ മനസ്സിൽ വിതക്കുന്ന ഭയത്തിന്റെ വലിപ്പം വ്യക്തമാക്കുന്ന മറ്റൊരു സംഭവം കൂടി മൂന്നാം ഏകദിനത്തിൽ കണ്ടു. തനിക്കെതിരെ സ്റ്റെപ്പ് ഔട്ട് ഷോട്ടിന് ശ്രമിച്ച യശസ്വി ജയ്സ്വാളിനെ ബാറ്റ്മാൻ തുറിച്ചു നോക്കി. വിരാട് അതേ കാര്യം പ്രവർത്തിച്ചപ്പോൾ ബാറ്റ്മാൻ ഒരക്ഷരമിണ്ടാതെ ബോളിംഗ് മാർക്കിലേക്ക് തിരിച്ചു നടന്നു. റൺ ചേസിൽ കണ്ടത് ഇന്ത്യയുടെ സമഗ്രാധിപത്യമാണ്. ഒന്നാന്തരമായി ബാറ്റ് ചെയ്ത രോഹിത് ശർമ്മയുടെ വിക്കറ്റ് വീണപ്പോഴാണ് പ്രോട്ടിയാസിന് ചെറിയൊരു പ്രതീക്ഷ കൈവന്നത്. ഏറ്റവും നന്നായി പന്തെറിഞ്ഞ മാർക്കോ യാൻസൺ പുതിയൊരു സ്പെല്ലിനെത്തി. സെഞ്ചുറിക്കരികിൽ നിൽക്കുകയായിരുന്ന ജയ്സ്വാളിന്റെ ബാറ്റിന്റെ എഡ്ജ് കണ്ടെത്താൻ യാൻസന് സാധിക്കുകയും ചെയ്തു. എന്നാൽ അതേ ഓവറിൽ വിരാട് കോഹ്ലി ഓൺ ദ റൈസ് കവർ ഡ്രൈവ് കളിച്ചു. ഈ സീരീസ് കൈവിട്ടുപോയി എന്ന് ദക്ഷിണാഫ്രിക്ക ഉറപ്പിച്ച നിമിഷമായിരുന്നു അത്. 37-ാം വയസ്സിലും വിരാട്ടിന് റണ്ണുകളോടുള്ള അടങ്ങാത്ത ദാഹമാണ്. 50 തികച്ചപ്പോൾ അയാൾ അത് ആഘോഷിച്ചതേയില്ല. ക്ഷണനേരം കൊണ്ട് ബാറ്റിങ്ങിന് തയ്യാറാവുകയും അടുത്ത പന്തിൽ സിക്സർ പറത്തുകയും ചെയ്തു. ഗാലറിയിൽ ഒരു ബാനർ ഉയർന്നു, വി ഹാവ് ഹവർ കോഹിൽനൂർ. വിരാട് ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച സമയത്ത് ഹർഷ ബോഗ്ലെ ചോദിച്ചിരുന്നു, ഒരു ക്രിക്കറ്റർക്ക് നേടാനുള്ളതെല്ലാം വിരാട് കോഹ്ലി സ്വന്തമാക്കി കഴിഞ്ഞു. ഇനിയും മുന്നോട്ട് കുതിക്കാനുള്ള ആഗ്രഹം വിരാട്ടിൽ അവശേഷിക്കുന്നുണ്ടോ? അത് കാത്തിരുന്ന് കാണണം. കളിയോടുള്ള വിരാട് കോഹ്ലിയുടെ പാഷൻ കുറഞ്ഞെന്ന് പലരും വിമർശിച്ചിരുന്നു. ഇപ്പോൾ മുണ്ടൂർ മാടനെ പോലെയാണ് വിരാട് കോഹ്ലി തിരിച്ചു വന്നിട്ടുള്ളത്. അയാളെ പരമാവധി പ്രകോപിപ്പിച്ച സെലക്ടർമാർക്കും കോച്ചിനും നന്ദി പറഞ്ഞേ മതിയാകൂ. BCCIയിലെ തമ്പുരാക്കന്മാരോട് ചിലത് പറയാനുണ്ട്. ജോൺസൺ എന്ന് നീ കേട്ടിട്ടുണ്ടോ? സ്പെൻസർ ജോൺസൺ അല്ല, മിച്ചൽ ജോൺസൺ. പണ്ട് കങ്കാരുപ്പട ജോൺസനെ ഇറക്കി എതിര് നിൽക്കുന്ന ബാറ്റർമാരെ കൊന്നു തള്ളാൻ. ഒരു ആഷസ് കഴിഞ്ഞു, കുറെ ഇംഗ്ലീഷ് ബാറ്റർമാർ തീർന്നു. പക്ഷേ അടുത്ത ബോർഡർ ഗവാസ്കർ ട്രോഫിയിൽ ജോൺസന്റെ വെടി തീർന്നു. ചെയ്തതാരാണെന്ന് ഇന്ത്യൻ ആരാധകർക്ക് പിടികിട്ടി. അവർ അവനോട് പറഞ്ഞു, നീ കെട്ടയച്ചത് ബാറ്റിംഗ് മാത്രമല്ല, മഹായുദ്ധം തന്നെയാണ്. അവൻ്റെ പേരാണ് വിരാട് കോഹ്ലി. കാലം കടന്നുപോയപ്പോൾ അയാളൊന്നൊതുങ്ങി, മയപ്പെട്ടു. ആ വിരാട് കോഹ്ലിയെയാണ് നിങ്ങൾ ചൊറിഞ്ഞത്. ഇനി അയാൾക്ക് മേലും കൈയും നോക്കാനില്ല. കണ്ടറിയണം ക്രിക്കറ്റ് ടീമുകളെ, നിങ്ങൾക്കിനി എന്ത് സംഭവിക്കുമെന്ന്. കോഹ്ലിയുടെ കരിയറുടെ എല്ലാ സ്റ്റേജും നമ്മൾ കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്, അത്ഭുതപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കോഹ്ലിയുടെ പീക്കിൽ പോലും കണ്ടിട്ടില്ലാത്തൊന്ന് ഈ സീരീസിൽ കണ്ടിരുന്നു. വിരാട് കോഹ്ലി ഇത്രയും ഹ്യൂജ് സിക്സറുകൾ ഡീൽ ചെയ്യുന്ന കളികൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? 12 സിക്സറുകളാണ് ഈ സീരീസിലാകെ അയാൾ അടിച്ചുകൂട്ടിയത്. ആദ്യത്തെ കളിയുടെ തുടക്കം മുതൽ തന്നെ സിക്സ് അടിച്ച് പറത്താനായിരുന്നു അയാളുടെ ശ്രമം. ഇടക്കാലത്ത് അഗ്രഷനൊക്കെ നഷ്ടപ്പെട്ട് എല്ലാത്തിനോടും കീഴടങ്ങുന്ന ഒരു കോഹ്ലി ഉണ്ടായിരുന്നു. സംഭവിക്കുന്നതെല്ലാം തന്റെ വിധിയെന്ന് സമാധാനിച്ചിരുന്ന ഒരു ഫാമിലി മാൻ. അങ്ങേയറ്റത്തെ സഹനത്തിനു ശേഷവും വീണ്ടും ചൊറിച്ചിലുമായി ചിലരെല്ലാം വരുമ്പോൾ നഷ്ടപ്പെട്ട വാശിയെയും അഗ്രഷനെയും കുഴിമാന്തി പുറത്തെടുത്ത് അയാൾ വീണ്ടും ഇറങ്ങുകയാണ്. അതെ, കിങ് ഈസ് ബാക്ക്. അയാളുടെ ഫേവറേറ്റ് ഫോർമാറ്റിൽ പ്രീ കോവിഡ് ഇറയിലെ ലെജൻഡറി റണ്ണിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഹാട്രിക് സെഞ്ചുറി വേണമായിരുന്നു. എന്നാൽ അതിൻ്റെ ഇരട്ടി സന്തോഷവും രോമാഞ്ചവുമാണ് ഇന്നത്തെ കോഹ്ലിയുടെ കളി കണ്ടപ്പോൾ കിട്ടിയത്. ടുക് ടുക് കോഹ്ലി എന്ന് കളിയാക്കി വിളിച്ചവർ കുറെ ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും ഇപ്പോൾ എവിടെയാണ്? തുടക്കം ഇച്ചിരി പതുക്കെയായിരുന്നെങ്കിലും പിന്നീട് ഒരു ഗിയർ മാറ്റം ഉണ്ടായിരുന്നു. അതൊരു ഒന്നൊന്നര മാറ്റമായിരുന്നു. സിക്സറുകളും ഫോറുകളും ബാറ്റിൽ നിന്ന് ഒഴുകുകയായിരുന്നു.
അതിൽ കോർബിൻ ബോഷിനടിച്ച ഈയൊരു സാധനമൊക്കെ എങ്ങനെ പറയാനാണ്. അതൊരു നോ ലുക്ക് ഷൂട്ടായിരുന്നു. പീക്ക് രോമാഞ്ച് മൊമെൻറ്റ്. പിന്നങ്ങോട്ടൊക്കെ ഒരു 2016 വൈബായിരുന്നു. അവസാനം തുടരെ 2 ഫോറുകൾ അടിച്ച് കളിയും ഫിനിഷ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ 2023 ലോകകപ്പൊക്കെ കോഹ്ലിയുടെ പീക്കാണെന്ന് പറയുന്നതിൽ വലിയ വിശ്വാസമില്ല. പണ്ടത്തേതിൽ നിന്ന് എന്തൊക്കെയോ മിസ്സായിരുന്നു. എന്നാൽ ആ മിസ്സായതൊക്കെ ഈ ഒരൊറ്റ സീരീസിൽ നിന്ന് തിരിച്ചു കിട്ടി. ആ അഗ്രഷൻ, എൻ്റർടൈൻമെൻറ്റ്, ഷോട്ടുകളുടെ ക്വാളിറ്റി, സെഞ്ചുറികൾ. സത്യം പറഞ്ഞാൽ ഇനി ഒരുത്തനും ധൈര്യപ്പെടില്ല ടുക് ടുക് എന്നൊക്കെ വിളിക്കാൻ. ഇനി ആരും അയാളെ വിമർശിക്കാൻ നിൽക്കേണ്ട. മാൻ ഓഫ് ദ സീരീസും അയാൾ തൂക്കിയാണ് അയാളുടെ യാത്ര വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. തൻ്റെ മറ്റൊരു പീക്കിലേക്കുള്ള സുന്ദരമായ യാത്ര. 2027 ലോകകപ്പും കടന്ന് ആ യാത്ര ഒരുപാട് കാലം നീണ്ടു നിൽക്കുകയും ചെയ്യും. വാങ്കയുടെ അടങ്ങാത്ത ആരവങ്ങളെ കീറിമുറിച്ച് ആ പന്ത് പാഞ്ഞത് ചരിത്രത്തിലേക്ക് മാത്രമല്ല, തണുത്തുറച്ച ഒരു ഡിസംബറിൻ്റെ ഓർമ്മയിലേക്ക് കൂടിയായിരുന്നു. വിരാട് കോഹ്ലി എന്ന അതുല്യ പ്രതിഭാസത്തിന്റെ അകപ്പൊരുളിയിലേക്കാണ്. കാലപ്പഴക്കം മാറ്റുരക്കാത്ത ആ കണ്ണീർ ഓർമ്മയിൽ നിന്നാണ് ഇന്ന് ലോകം കീഴടക്കിയ വിരാട് കോഹ്ലി എന്ന ക്രിക്കറ്റ് ഇതിഹാസത്തിന്റെ ഏകദിന സെഞ്ചുറികളിൽ സച്ചിന് മുകളിൽ കയറിയ അഗ്രസീവ് ക്രിക്കറ്ററുടെ കണ്ണീരിന്റെ സ്ഫുടം ചെയ്ത പിറവി. ഇതിൽ നുള്ളുപോലും അതിശയോക്തിയില്ലെന്ന് അറിയണമെങ്കിൽ കോഹ്ലിയുടെ ബാറ്റിൽ നിന്ന് പിറന്ന 50-ലധികം സെഞ്ചുറികൾ മാത്രമല്ല, കണ്ണീരിന്റെ ചൂടിൽ അറിഞ്ഞുപോയ അന്നത്തെ ആ നഷ്ടത്തിന്റെ വില കൂടി അറിയണം. അന്നത്തെ ആ 18കാരൻ്റെ സങ്കടത്തിന്റെ ആഴം കൂടി അറിയണം. അന്ന് ഇതുപോലൊരു താരമായിട്ടില്ല 18കാരൻ വിരാട് കോഹ്ലി. കർണാടകത്തിനെതിരെയുള്ള രഞ്ജി ട്രോഫി ക്രിക്കറ്റ് സൂപ്പർ ലീഗിലെ ഗ്രൂപ്പ് എ മത്സരത്തിന്റെ 2ാം ദിനം വൈകിട്ട് 40 റൺസുമായി മടങ്ങുമ്പോൾ ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിൽ. പുനിത് ബിഷ്ടിനൊപ്പം 3ാം ദിനം കൂടി ഗ്രീസിൽ പിടിച്ചു നിൽക്കണം. ടീമിനെ ഫോൾ ഓൺ ഭീഷണിയിൽ നിന്ന് കരകയറ്റണം. വലിയൊരു സ്വപ്നവുമായി കൊടുംതണുപ്പിൽ മൂടിപ്പുതിച്ചിറങ്ങിയ വിരാട്ടിന് പക്ഷേ പുലർച്ച വിളിച്ചുണർത്തിയത് ഞെട്ടുന്നൊരു വിവരമാണ്. അതുവരെയുള്ള ക്രിക്കറ്റ് ജീവിതത്തിൽ കൂടെയുണ്ടായിരുന്ന അച്ഛൻ പ്രേം കോഹ്ലി മസ്തിഷ്കാഘാതം മൂലം ഗുരുതരാവസ്ഥയിലാണ്. പുലർച്ചെ തന്നെ കോഹ്ലി വിളിപ്പാടകലെയുള്ള വീട്ടിൽ ഓടിയെത്തിയെങ്കിലും അച്ഛൻ അവസാന ശ്വാസം വലിക്കുന്നത് നിസ്സഹനായി നോക്കി നിൽക്കാനേ അവന് സാധിച്ചുള്ളൂ. വിരാട്ടിനെ മാത്രമല്ല, ടീമിനെ മുഴുവൻ പിടിച്ചുലിച്ചു കളഞ്ഞു ആ സമയത്ത് രംഗബോധമില്ലാതെ കയറി വന്ന ആ വാർത്ത. കർണാടകത്തിനെതിരെ പിടിച്ചു നിൽക്കാനുള്ള അവസാന കച്ചിത്തുരുമ്പായിരുന്നു വിരാട് കോഹ്ലി. അച്ഛൻ്റെ മരണാന്തര ചടങ്ങുകൾക്ക് പോകുന്ന വിരാട്ടിന് പകരം മനസ്സില്ലാ മനസ്സോടെയാണ് ചൈതന്യനന്ദക്ക് പാഡണിഞ്ഞിരിക്കാൻ ടീം അധികൃതർ നിർദ്ദേശം നൽകിയത്. പക്ഷേ പിറ്റേന്ന് കാലത്ത് ഞെട്ടുന്നൊരു കാഴ്ചയാണ് അവരെ കാത്തിരുന്നത്. കളിക്ക് തൊട്ടു മുമ്പ് ഫിറോസ് ഷാ കോട്ട്ലയുടെ ഡ്രസ്സിംഗ് റൂമിൽ കണ്ണിൽ പടർന്ന നനവ് മറക്കാൻ പാടുപെട്ട് പാഡണിഞ്ഞ് മുന്നിൽ നിൽക്കുന്ന വിരാട് കോഹ്ലി. പുലർച്ചെ 2 മണിക്ക് മരിച്ച അച്ഛൻ്റെ സംസ്കാര ചടങ്ങുകൾ പെട്ടെന്ന് തീർത്ത് നേരെ ഗ്രൗണ്ടിലെത്തുകയായിരുന്നു. ഉള്ളിലിരുമ്പുന്ന സങ്കടക്കടലിന്റെ ചെറിയൊരു ലാഞ്ചന പോലും മുഖത്ത് പ്രകടനമാക്കാതെ കളിച്ചുകൊണ്ട് സെഞ്ചുറിക്ക് 10 റൺസ് അകലെ വെച്ച് പുറത്താകുമ്പോൾ കോഹ്ലിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ പൊടിഞ്ഞവോ. കടലിൽ കാലുറപ്പിച്ച് പൊരുതിയ ആ ഒരൊറ്റ ഇന്നിങ്സ് കൊണ്ട് ടീം വലിയൊരാപത്തിൽ നിന്നാണ് കരകയറിയത്. 281 മിനിറ്റ് നേരം ഗ്രീസിൽ നിന്ന് 238 പന്ത് നേരിട്ട് അമ്പയറുടെ സംശയാസ്പദമായ ആ തീരുമാനത്തിൽ പുറത്തായി വിരാട് മടങ്ങുമ്പോൾ പതിവാഘോഷത്തിനൊന്നും എതിരാളികൾ മെനക്കെട്ടില്ല. വീരനായകനായി പവലിയനിൽ തിരിച്ചെത്തിയ വിരാട്ടിനെ കെട്ടിപ്പിടിച്ച് അഭിനന്ദിക്കുമ്പോൾ കരച്ചിലടക്കാൻ പാടുപെടുകയായിരുന്നു ഡൽഹി താരങ്ങൾ. ബോളിവുഡ് ലഗാനിലോ ചാക്ദെ ഇന്ത്യയിലോ പോലും കാണാത്ത വികാരനിർഭയമായ രംഗങ്ങൾക്കാണ് അന്ന് ഫിറോസ് ഷാ കോട്ട്ലയിലെ ഡ്രസ്സിംഗ് റൂം സാക്ഷ്യം വഹിച്ചത്. അവിശ്വസനീയതോടെ മാത്രം കേട്ടിരിക്കാവുന്ന ഈയൊരൊറ്റ സംഭവ കഥ കൊണ്ട് സംഗ്രഹിക്കാം അഗ്രസീവ്നെസ്സിൻ്റെ ആൾരൂപമായ വിരാട് കോഹ്ലി എന്ന ഇതിഹാസത്തിൻ്റെ പരസ്പര പൂരകങ്ങളായ കളിയെയും ജീവിതത്തെയും. ടീം അംഗങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ ആശ്വസിപ്പിക്കുമ്പോൾ ഉള്ളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു താനെന്ന് വർഷങ്ങൾക്കു ശേഷം ഗ്രഹാം ബെൻസിംഗർക്ക് നൽകിയ ഒരഭിമുഖത്തിൽ കോഹ്ലി തുറന്നു പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ അവസാന ശ്വാസം വലിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കൊന്നും ചെയ്യാനായില്ല. കുടുംബമാകെ തകർന്നു പോയെങ്കിലും എനിക്കന്ന് കരച്ചിൽ വന്നില്ല. നിർവികാരനായി അങ്ങനെയിരുന്നു. അന്ന് കാലത്ത് തന്നെ ഞാൻ കോച്ചിനെ വിളിച്ചു പറഞ്ഞു, എല്ലാം കഴിയട്ടെ, ഞാൻ വരുന്നുണ്ട്, എനിക്ക് കളിക്കണം. ഒരു കളി പാതി വഴിയിൽ ഉപേക്ഷിക്കാനാവില്ല എനിക്ക്. അച്ഛൻ്റെ അന്ത്യക്രിയകൾ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ സഹോദരന് ഒരു വാക്കു കൊടുത്തു. അച്ഛൻ്റെ മോഹം ഞാൻ സാക്ഷാത്കരിക്കും. ഒരു നാൾ ഇന്ത്യക്ക് വേണ്ടി കളിക്കുക തന്നെ ചെയ്യും. അന്നു മുതൽ ക്രിക്കറ്റ് ഒഴികെയുള്ള മറ്റെല്ലാത്തിനും ജീവിതത്തിൽ 2ാം സ്ഥാനം മാത്രമേ അയാൾ കൊടുത്തിട്ടുള്ളൂ. ഈ ഒരൊറ്റ സംഭവമാണ് എന്നെ ജീവിതത്തിൽ കരുത്തനാക്കിയത്. തിരിച്ചടികളിൽ നിന്ന് തിരിച്ചു വരാൻ എന്നെ പ്രാപ്തനാക്കിയതും അതാണ്.
അഭിമുഖത്തിലുടനീളം ഉള്ളിലെ വിലങ്ങടക്കാൻ പാടുപെട്ട് വിരാട് കോഹ്ലി പറഞ്ഞു തീർത്തു. അച്ഛൻ മരിച്ച ഒരൊറ്റ രാത്രി കൊണ്ട് മകൻ ആളാകെ മാറിപ്പോയെന്നാണ് അമ്മ സരോജ് കോഹ്ലി പിൽക്കാലത്ത് ഒരഭിമുഖത്തിൽ പറഞ്ഞത്. അന്ന് മുതൽ അവനൊരുപാട് പക്വത കൈവന്ന പോലെ തോന്നി. ക്രിക്കറ്റ് മാത്രമാണ് തൻ്റെ ജീവിതമെന്ന തിരിച്ചറിവ് ഉണ്ടായതുപോലെ അവൻ അച്ഛൻ്റെ സ്വപ്നം പിന്തുടരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അച്ഛൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരാവേശമാണ് പിന്നീട് ഓരോ കളിയിലും കണ്ടത്, അമ്മ പറഞ്ഞുകൊണ്ടേയിരുന്നു. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ജീവൻ ത്യാജിക്കാൻ തയ്യാറാണ് താനെന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് വിരാട് കോഹ്ലി. 2006 ഡിസംബർ 8 ശേഷമുള്ള കോഹ്ലിയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ അച്ഛന് വേണ്ടിയുള്ളതായിരുന്നു. ഡൽഹി ഉത്തം നഗറിലെ ഗലികളിൽ കൂട്ടുകാർക്കൊപ്പം വെറുതെ പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന മകനെ സുഹൃത്തുക്കളുടെ ഉപദേശമനുസരിച്ച് രാജ്കുമാർ ശർമ്മയുടെ അക്കാദമിയിൽ കൊണ്ടുപോയി ചേർത്തത് അഭിഭാഷകർ കൂടിയായ അച്ഛനായിരുന്നു. 9ാം ക്ലാസ്സിലെത്തിയപ്പോൾ കളിക്കാനുള്ള സൗകര്യം മാത്രം നോക്കിയാണ് പ്രേമകനെ സേവിയോർ കോൺവെന്റിൽ ചേർത്തത്. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സുണ്ടാവണം. ഈ കഠിനാധ്വാനത്തിലുള്ള ആത്മവിശ്വാസവും മാത്രമായിരിക്കണം കൈമുതൽ. അച്ഛൻ കുട്ടിക്കാലം മുതൽ പകർന്നുകൊടുത്ത 2 പാഠങ്ങളാണ് തൻ്റെ ജീവിതത്തിൻ്റെ സത്തയെന്ന് കോഹ്ലി പിന്നീടും പറഞ്ഞിട്ടുണ്ട്. വിധിയുടെ ഈ മാരക ബൗൺസറിൽ വിരാട്ടിനും കുടുംബത്തിനും ശരിക്കും അടിതെറ്റി. സാമ്പത്തിക പ്രയാസങ്ങൾ പിടിമുറുക്കി. വാടക വീട്ടിലെ താമസം ദുസ്സഹമായി. കച്ചവടം വഴിമുട്ടുന്ന അവസ്ഥയായി. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഒന്നൊന്നായി കൈവിടുമ്പോഴും അച്ഛൻ്റെ സ്വപ്നം മാത്രം ഉപേക്ഷിക്കാൻ വിരാട് കോഹ്ലി തയ്യാറായില്ല. അവൻ അച്ഛന് വേണ്ടി കളിക്കുകയായിരുന്നു. വാശിയോടെ, ആവേശത്തോടെ ഓരോ പന്തിലും അവൻ ദുർവിധിയെ കണ്ടു. അച്ഛന് വേണ്ടി മാരകമായി തന്നെ അതിനെ നേരിട്ടു. വിധിയോടുള്ള രോഷം മുഴുവൻ അതിർത്തികൾ ഭേദിച്ച് ആർത്തിരമ്പുന്ന ആൾക്കൂട്ടങ്ങളിലേക്ക് പറഞ്ഞുവിട്ട ആ പന്തുകളിൽ തീർത്തു. ആ രോഷവും ആക്രമണവും പിന്നീട് അവനെ വിട്ടുപിരിഞ്ഞിട്ടില്ല. അതിന്നും അങ്ങനെ തന്നെയാണ്. ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ആദ്യ 2 മത്സരങ്ങളിൽ ഡെക്കായപ്പോൾ പലരും വിമർശിച്ചു, ഇയാളെ കൊണ്ടൊന്നും ഒന്നും പറ്റില്ല, വിരമിച്ചു പോകൂ എന്ന്. എന്നാൽ പിന്നീടുള്ള കളിയിൽ മികച്ച പ്രകടനമാണ് അയാൾ കളിച്ചത്. അതിനുശേഷം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ 2 ഏകദിന മത്സരത്തിൽ സെഞ്ചുറി നേടി. ഇന്നിതാ 3ാം ഏകദിന മത്സരത്തിലും 70-ൽ കൂടുതൽ റൺസായിട്ടാണ് അയാൾ ഔട്ടായത്. പോരാത്തതിന് മാൻ ഓഫ് ദ സീരീസും അയാൾ സ്വന്തമാക്കുന്നുണ്ട്. ഇതൊരു തിരിച്ചുവരവാണ്.